Hello guys, welcome to Strut Time. നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു. മോഡ്യൂൾ 4ലെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, simply supported beam of triangular cross section having width 160 mm and height 210 mm carries a UDL of 2 kN per meter over a span of 4 meter. Find the maximum tensile and compressive stresses induced. Draw the variation of stress across the cross section. Triangular cross section ഉള്ള ഒരു simply supported beam ഉണ്ട്. അതിന്റെ cross section having width ആണ് 160 mm, height അതായത് base 160 mm, height 210 mm ആണ്. ഒരു UDL 2 kN per meter intensity ഉള്ള ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. Length of the beam span 2 meter. കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ആണ്. കൂടെ സ്ട്രെസ് വേരിയേഷൻ, ക്രോസ് സെക്ഷനിൽ വരുന്ന സ്ട്രെസ് വേരിയേഷനും കൂടെ നമ്മൾ വരയ്ക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ഇത് ഏത് സെക്ഷനിൽ വരുന്ന പ്രോബ്ലം ആണ്? ബെൻഡിങ് സ്ട്രെസ്സിന്റെ പ്രോബ്ലം ആണ്. സ്ട്രെസ് വേരിയേഷൻ ആണ് വേണ്ടത്. ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏത് ടൈപ്പ് ആണ്? നമ്മുടെ നോർമൽ സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ് വരുന്നതാണ് സിഗ്മ. ഓക്കെ, സിഗ്മ ടി ടെൻസൈലും സിഗ്മ സി കംപ്രസീവും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ സിഗ്മാന്റെ വേരിയേഷനുമാണ് അവർക്ക് വേണ്ടത്. അപ്പൊ സിഗ്മ കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മുടെ റിലേഷൻ എന്തായിരുന്നു? ഫ്ലെക്ഷറൽ ഫോർമുല അല്ലെ? ബെൻഡിങ്, സിമ്പിൾ ബെൻഡിങ് തിയറിയിൽ നമ്മൾ എടുത്ത സിഗ്മ ഇസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ. ആ ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് y, നമ്മൾ ടെൻസൈൽ വരുമ്പോൾ വൈ ടി ആകും, കംപ്രസീവ് വരുമ്പോൾ വൈ സി ആകും. എങ്ങനെ വരും എന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ക്രോസ് സെക്ഷൻസ് വരയ്ക്കാം. ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ബീം ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ബേസ് ആണ് 160, ഹൈറ്റ് 210 ഉണ്ട്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? അതിന്റെ ഹൈറ്റിന് അബൌട്ടായിട്ട്, ബേസിന് അബൌട്ടായിട്ട്, ബേസിന്റെ പകുതിയിലാണ്, ഹാഫിലാണ്. ഹൈറ്റിന് അബൌട്ടായിട്ട് വരുന്നത് ടോപ്പ് വേർട്ടെക്സിൽ നിന്നും 2/3 ടൈംസ് എച്ചിലും 2/3 ടൈംസ് ഹൈറ്റ്, അതായത് 210 ഇൻറ്റു 210ലും ബേസിൽ നിന്ന് 1/3 ഓഫ് നമ്മുടെ ഈ 210. ഇതാണ് പൊസിഷൻ. അതായത് 70ലും 140ലുമാണ് നമ്മുടെ പൊസിഷൻ ഓഫ് സെൻട്രോയിഡ് കിടക്കുന്നത് ട്രയാങ്കുലർ ഈ ബീമിൽ. അവിടെയാണ് ന്യൂട്രൽ ആക്സസ് പോകുന്നത്. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ബീം ലെങ്ത് വൈസ് പോവുകയാണ്. ആ ലെങ്ത് നമ്മളിപ്പോൾ പറഞ്ഞു 4 മീറ്റർ സ്പാൻ ആണ്. UDL ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് നമുക്ക് സിഗ്മ ടിയും സിഗ്മ സിയും ആണ്, കംപ്രസീവ് ആൻഡ് ടെൻസൈൽ സ്ട്രെസ്. സിഗ്മ ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ ആണ്. എം മൊമെന്റ്, ഈ UDL ഉണ്ടാകുന്ന മൊമെന്റ്, ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ക്രോസ് സെക്ഷൻ, വൈ എന്ന് പറയുന്നത് ഈ കാണിച്ച ന്യൂട്രൽ ആക്സിസ് തൊട്ട് നമ്മുടെ ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം ഇങ്ങനെ ബീം നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ എന്ത് ടൈപ്പ് സ്ട്രെസ്സാണ് വരുന്നത്? കംപ്രസീവും. ബോട്ടം മോസ്റ്റ് ഫൈബറിൽ ടെൻസൈൽ സ്ട്രെസ്സും വരും. ഓക്കെ, അപ്പം y ഇപ്പൊ സിഗ്മ ടി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എം ബൈ ഐ ഇൻറ്റു വൈ എന്ന് പറയുന്നത് ടിൽ ടെൻസൈൽ ഫൈബർ വരെ ആണ് നമ്മൾ y എടുക്കേണ്ടത്. അതായത് ന്യൂട്രൽ ആക്സിസ് തൊട്ട് നമ്മൾ ടെൻസൈൽ ഫൈബർ, ടെൻഷൻ എടുക്കുന്ന ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y t. അതുപോലെ ഇവിടെ കംപ്രഷൻ ആണ് അല്ലേ? അപ്പം ഇത് y c വരും. ക്ലിയർ? അപ്പം അതുപോലെ സിഗ്മ സി എനിക്ക് എന്ത് എഴുതാം? എം ബൈ ഐ ഇൻറ്റു വൈ സി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്തൊക്കെ വേണം? എം വേണം, ഐ വേണം, വൈ ടി വൈ സി വേണം. ഇവിടെ നമുക്ക് ഫിഗറിൽ നിന്ന് വൈ ടിയും വൈ സിയും കിട്ടും. വൈ ടി ഇസ് ഈക്വൽ ടു 1/3 ഓഫ് h ആണ്, that is 210, that is 70. yc is equal to
2/3 of 210. That is 140 mm. ഇനി എന്ത് വേണം? M വേണം. M UDL ആണ് ഓഫ് ഇൻറ്റൻസിറ്റി 2 kilonewton per meter. Therefore, UDL ആയതുകൊണ്ട് W L square by 8. That is 2 into 4 square by 8. അത് നമുക്ക് 4 kilonewton meter എന്ന് കിട്ടും. ഇനി I എന്താണ്? Triangular cross sectionന്റെ I ന്റെ equation എന്താണ്? BHQ by 36 is equal to നമ്മൾ Bക്ക് 116 Hന് 210 ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ 41.16 into 10 raised to 6 mm raised to 4 എന്ന് വരും. അപ്പോൾ എല്ലാ വാല്യൂസും ആയില്ലേ? അപ്പം M4 by 41.16 into 10 raised to 6. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് mm ലാണ്. അപ്പോൾ ഇതിനെ മാറ്റി 4 into 10 raised to 6 Newton mm എന്നാകും. മറക്കരുത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു 10 raised to -6ന്റെ വാല്യൂ കിട്ടും. which will be wrong. ഓക്കെ, അപ്പോൾ ഇവിടെ 10 raised to 6 ഉം 10 raised to 6 ക്യാൻസൽ ആയി പോകും. സോ 4 by 41.16 into നമ്മുടെ വൈറ്റ് എന്താ? 70. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ ടി കിട്ടും. സിഗ്മ ടിന്റെ വാല്യൂ 6.8. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക കറക്റ്റ് തന്നെയാണോ എന്ന്. 6.8 Newton per mm square. അതുപോലെ YC ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിഗ്മ സി എന്ന് വരും. എമ്മും ഐയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് YC 70 YC 140 ഇട്ടിട്ട് കിട്ടുന്ന വാല്യൂ ഇസ് 13.6 Newton per mm square. ഇതാണ് നമുക്ക് വരുന്ന സ്ട്രെസ്സസ്. ഇത്ര സിമ്പിൾ ആണ് ഈ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന സ്ട്രെസ്. ഇനി വേരിയേഷൻ അപ്പൊ എങ്ങനെ കാണിക്കാം? ഇതിന്റെ വേരിയേഷൻ നമുക്ക് ഇതേപോലെ ഈ ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ വരച്ചിട്ട് ഈ പോയിന്റ് തന്നെ വേരിയേഷൻ കാണിക്കാം. സെൻട്രോയിഡിൽ ആ ആക്സിസിൽ അവിടെ ന്യൂട്രൽ ആക്സിസ് വരും ഇല്ലേ? ഇത് ന്യൂട്രൽ ആക്സിസ്. സ്ട്രെസ് വേരിയേഷൻ വരുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ കംപ്രസീവ് ആണ്. ദാറ്റ് ഇസ് 13.6. അപ്പം 13.6. This is 13.6. ഇനി ഇവിടെ ന്യൂട്രൽ ആക്സിസിൽ 0 ആണ് സ്ട്രെസ് വരുന്നത്. അപ്പം അവിടെ വരെ ലീനിയർലി വേരി ചെയ്യും. ഇങ്ങനെ ലീനിയർ ആയിട്ട് വേരി ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് ടി ടെൻഷന്റെ അവിടെ എന്താണ്? 6.8 ആണ്. സോ ഇത്രയേ ഉള്ളൂ, 6.8 വേരിയേഷൻ. ഇതാണ് നമ്മൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എഴുതുകയും വേണം. ക്ലിയർ? ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലം. ഇത്രയും ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോബ്ലം, a timber beam 150 mm and 200 mm width 150 mm ആണ്, is used as a simply supported beam of span 3 meter. Find the maximum uniformly distributed load that can be applied in addition to a concentrated load of 5 kN acting at the midspan if the maximum bending stress and shear stress in the beam are not to exceed 50 Newton per mm square and 2 Newton per mm square respectively. Neglect self-weight of the beam. എന്താണ് പറയുന്നത്? ഒരു ടിമ്പർ ബീം ഉണ്ട് 150 by 200 mm. 150 എന്ന് പറയുന്നത് വിഡ്ത്ത് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്, ലെങ്ത് 3 മീറ്റർ. ഇതിൽ 2 ലോഡ് ആക്ട് ചെയ്യണം. ഒന്ന് ഒരു UDL-ഉം സെൻട്രൽ ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ലോഡ് 5 kN. UDL-ന്റെ വാല്യൂ അറിയത്തില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടീഷൻ പറയുന്നത് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് സിഗ്മയും മാക്സിമം ഷിയർ സ്ട്രെസ് ടോയും വാല്യൂസ് 15-ഉം 2-ഉം. സിഗ്മ 15-ഉം ടോ 2 Newton per mm square മാത്രമേ വരാവുള്ളൂ. സെൽഫ് വെയിറ്റ് എടുക്കണ്ട. ഇതാണ് പ്രോബ്ലം പറയുന്നത്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ ഓഫ് UDL കണ്ടുപിടിക്കാനാണ് അവർ പറയുന്നത്.
ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്ക്? ഇവൺ നമുക്കുള്ളത് ബി എന്ന് പറയുന്ന വിഡ്ത്ത് 150, ഡെപ്ത് 200, ലെങ്ത് വരുന്നത് 3 മീറ്റർ അല്ലെങ്കിൽ 3000 mm. ഒരു പോയിന്റിലോട്ടുള്ളത് W1 എന്ന് പറയുന്നത് 5 കിലോ ന്യൂട്ടൺ ആക്ടിങ് അറ്റ് ദ സെന്റർ. അപ്പോൾ ഈ 3000 നടുക്ക് 1500 5 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അൺനോൺ ആയിട്ടുള്ള UDLനെ നമുക്ക് എന്തെടുക്കാം? സ്മോൾ w കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നെടുക്കാം. ഓക്കെ, സ്മോൾ w കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണെങ്കിൽ ടോട്ടൽ ലോഡ് ക്യാപിറ്റൽ W എന്താവണം? ഈ 5 പ്ലസ് UDL എത്രയിൽ ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ഫുൾ ലെങ്തിൽ UDL ഉണ്ട്, 3000 mm UDL ഉണ്ട്, അല്ലെങ്കിൽ 3 മീറ്ററിലും UDL ഉണ്ട്. അപ്പൊ ഇതെല്ലാം കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൽ കിടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? W ഇൻറ്റു 3 മീറ്റർ ആകുമ്പോൾ ടോട്ടൽ ലോഡായി അല്ലേ? സോ W ഇൻറ്റു 3 which is equal to 5 plus 3W. ഇതാണ് ടോട്ടൽ ലോഡ് നമുക്ക് വരേണ്ടത്. ഇനി അടുത്ത ഗിവൺ ഫാക്ടർ എന്താണ്? സിഗ്മ മാക്സ്. മാക്സിമം സിഗ്മ വരേണ്ടത് 15 ന്യൂട്ടൺ പെർ mm² മാത്രമാണ്. ടോ മാക്സ് വരേണ്ടത് 2 ന്യൂട്ടൺ പെർ mm² മാത്രം. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന റെക്ടാങ്കുലർ ആണല്ലോ, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. 150യും 200. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം സിഗ്മ മാക്സും ടോ മാക്സിന്റെ റിലേഷൻസ് എഴുതി അതിനകത്ത് നോൺ ക്വാണ്ടിറ്റീസ് ഇട്ട് കൊടുത്ത് ഇക്വേഷൻ ഫോം ചെയ്യുക. ഇത് മാത്രമാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സിഗ്മ മാക്സ് എന്താണ്? നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തത് സിഗ്മ മാക്സിന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ഇക്വേഷൻ എന്താണ്? വി ഹാവ് സിഗ്മ മാക്സ്. യൂഷ്വലി സാധാരണ സിഗ്മ എന്ന് പറഞ്ഞാൽ m/i ഇൻറ്റു y അല്ലേ? മാക്സിമം സിഗ്മ എന്ന് പറഞ്ഞാൽ മാക്സിമം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഫൈബറിൽ വരുന്നതാണ് മാക്സിമം സിഗ്മ. നമ്മൾ നേരത്തെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടു. ഏതൊരു ബീമിലായാലും സിഗ്മ മാക്സ് വരുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഫൈബറിലാണ്. അപ്പം y എന്താവണം? മാക്സിമം ആകണം. അതുപോലെ ടോ എന്താണ്? ഷിയർ സ്ട്രെസ്. ടോ മാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഫോർ റെക്ടാങ്കുലർ സെക്ഷൻ. ടോ മാക്സിന്റെ ഇക്വേഷൻ എന്താണ്? 3 times shear force by 2BD. ഇതായിരുന്നു ടോ മാക്സിന്റെ ഇക്വേഷൻ. ഇത് രണ്ടുമാണ് ഈ രണ്ട് മാക്സിമം വാല്യൂസിന്റെയും ഇക്വേഷൻ. അപ്പം നോക്കിയേ, ഇവിടെ എമ്മിനകത്ത് ഐയും വൈ മാക്സും എന്നൊക്കെ പറയുന്ന നോൺ ക്വാണ്ടിറ്റീസ് ആണ് റെക്ടാങ്കുലർ സെക്ഷന്. ഇവിടെ എമ്മിന്റെ ഇക്വേഷൻ നമുക്ക് ഇൻ ടേംസ് ഓഫ് സ്മോൾ w കിട്ടും. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 15 ഉണ്ട്. അപ്പം ഇവിടുന്ന് ഒരു സ്മോൾ w വാല്യൂ കിട്ടും. അതുപോലെ ടോ മാക്സ് നമുക്കറിയാം 2, ബിയും ഡിയും അറിയാം. എഫ് എന്ന് പറയുന്ന ഈ ടോട്ടൽ ലോഡാണ് ഷിയർ ഫോഴ്സ്. അപ്പം 5 plus 3W അവിടുന്ന് നമുക്ക് സ്മോൾ w-ന് വാല്യൂ കിട്ടും. അപ്പോൾ ദീസ് ആർ ദ മാക്സിമം വാല്യൂസ്. അപ്പൊ ഈ രണ്ട് വാല്യൂ ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ സിഗ്മ മാക്സ് ഈക്വൽ ടു 15 ന്യൂട്ടൺ പെർ mm² ഈക്വൽ ടു എന്താണ്? m/i y മാക്സ്. ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് എവിടെ കിടക്കും? ന്യൂട്രൽ ആക്സിസ് അതിന്റെ y എന്ന് പറയുന്നത് yt ആയാലും yc ആയാലും സെയിം ആണ്, 200 ആണ്. സോ ഇവിടെ 100 100 yt ആയാലും yc ആയാലും. therefore y max എന്ന് പറയുന്നത് for rectangular section is equal to d/2, that is equal to 200/2, that is 100 mm. അതായി. ഇനി I എന്താണ്? bdq/12 അല്ലേ? bdq/12
which is equal to B is 150, D is 200. Value നമുക്ക് 1 into 10 raised to 8 mm raised to 4 എന്ന് വരും. ഓക്കെ, അപ്പൊ വൈയും ഐയും ആയി. എം എന്താണ്? യു ഡി എൽ അല്ലേ? യു ഡി എല്ലും ഉണ്ട്, ഒരു പോയിന്റും കൂടെ ഉണ്ട്. അപ്പൊ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് രണ്ടിന്റെ സെപ്പറേറ്റ് മൊമെന്റ്സിന്റെ സമ്മാണ്. അപ്പൊ പോയിന്റിലൂടെ ഉണ്ടാക്കുന്ന മൊമെന്റ് എന്താണ്? W1 L by 4 പ്ലസ് ഇനി യു ഡി എൽ ഉണ്ടാക്കുന്ന മൊമെന്റ് എന്താണ്? സ്മോൾ w ഇൻറ്റു എൽ സ്ക്വയർ ബൈ 8 ഈസ് ഈക്വൽ ടു, ഇതൊരു ഇക്വേഷൻ ആയിട്ട് വരും. W എന്ന് പറയുന്നത് 5 ഇൻറ്റു 10 റേസ് ടു 3 ന്യൂട്ടൺ ഇൻറ്റു 3 meters അവർ 3000, 3 ഇൻറ്റു 10 റേസ് ടു 3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് W നമുക്കറിയില്ല, W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണല്ലേ. അപ്പൊ അവിടുത്തെ 10 റേസ് ടു 3 ബൈ 10 റേസ് ടു 3 ക്യാൻസൽ ആയി. അപ്പൊ ഇൻ ന്യൂട്ടൺ പെർ എം എം ഇൻറ്റു 3000 mm സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 വന്നു. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് 3.75 ഇൻറ്റു 10 റേസ് ടു 6, 3 കൂടെ 6 പ്ലസ് 1.125 സ്മോൾ w ഇൻറ്റു 10 റേസ് ടു 6. ഇങ്ങനെ റിലേഷൻ വരും. എമ്മും ഐയും വൈയും ഒക്കെ നമ്മൾ സിഗ്മ മാക്സിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇട്ട് കൊടുത്ത് ഇക്വേറ്റ്, നമ്മൾ 15 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സ്മോൾ ഡബ്ല്യുവിന്റെ വാല്യൂ കിട്ടും. therefore നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പം ഫൈനലി നമുക്ക് ഇവിടെ കിട്ടുന്ന സ്മോൾ w ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ പെർ എം എം എന്ന് കിട്ടും, അല്ലെങ്കിൽ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, ഇതാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇത് സിഗ്മ മാക്സിന് വിത്ത് റെസ്പെക്ട് കിട്ടിയ ഒരു വാല്യൂ ആണ്. ഇനി നമുക്ക് എന്തുകൂടെ തന്നിട്ടുണ്ട്? ടോയും കൂടെ ചെക്ക് ചെയ്യണം. ഈ വാല്യൂ ടോയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ടോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം യു ഡി എൽ നോക്കണം. അപ്പൊ മാക്സിമം ഷിയർ സ്ട്രെസ് എന്തുണ്ട്? ടോ മാക്സ് ഇസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3F by 2BD ഇല്ലേ? അപ്പൊ ഇവിടെ F നമുക്ക് ടോട്ടൽ ഷിയർ ഫോഴ്സ് ആണ് ഇല്ലേ? ടോട്ടൽ ഷിയർ ഫോഴ്സ് എന്ത് വരും? ആദ്യത്തെ പോയിന്റ് ലോഡ് കാരണമുള്ള ഷിയർ ഫോഴ്സ് W1 by 2ഉം UDL കാരണമുള്ള ഷിയർ ഫോഴ്സ് W into L by 2 ആണ് വരുന്നത്. So that is 5000 Newton by 2 plus W into length 3000, W kilonewton per meter, അത് equal to Newton per mm തന്നെയാണ്, divided by 2, which is equal to 2500 plus 1500 W. ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. താഴെ ബിയും ഡിയും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഉണ്ട്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും സ്മോൾ ഡബ്ല്യുവിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഓർ ന്യൂട്ടൺ പെർ എം എം എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ടോ മാക്സിൽ ഈ ഡബ്ല്യു വാല്യൂ നേരത്തെ കിട്ടിയ എന്തായിരുന്നു? 10 ആയിരുന്നു അല്ലേ? ഡ്യൂ ടു ഡയറക്ട് സ്ട്രെസ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് കാരണം കിട്ടിയത് 10 ആയിരുന്നു. 10 ഇട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഈ 2വിന് ലെസ് ആയിട്ട് വരും. ഓക്കെ, എന്നാൽ 25 ഇട്ട് നമ്മൾ തിരിച്ച് സിഗ്മയിൽ നോക്കുമ്പോഴത്തേക്കും സാറ്റിസ്ഫൈ ചെയ്യില്ല. കാരണം എന്താണ്? 10 ആണ് അവിടെ മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ലോഡ്. 10ൽ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും സ്ട്രെസ് അവിടെ കൂടും. സ്ട്രെസ് 15 പാടുള്ളൂ. അപ്പൊ ഇവിടെ 10 വരേണ്ടടുത്ത്, അപ്പം ഇത് ഡ്യൂ ടു ടോ ആയിരുന്നു. ഇനി W ഡ്യൂ ടു നമ്മുടെ സിഗ്മ വരുന്നത് 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പൊ 10 ഇട്ടപ്പോഴത്തേക്കും നമുക്ക് സിഗ്മ സാറ്റിസ്ഫൈ ചെയ്യും, ഇവിടെ ടോ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം 10 ഇട്ടാൽ 2വിനെക്കാട്ടി കുറവ് വരുന്നേ ഉള്ളൂ. അപ്പൊ മാക്സിമം അതേപോലെ
മെയിൻറ്റെയിൻഡ് ആവണം, അവർ എക്സീഡ് ചെയ്യാൻ പാടില്ലെന്നേ പറയുന്നുള്ളൂ. ഓക്കെ, എന്നാൽ നമ്മൾ 25 ഇട്ട് ഇത് ഓക്കെ നമുക്ക് മാക്സിമം വാല്യൂ വരും, എന്നാൽ സിഗ്മാന്റെ ഇക്വേഷൻ ഇട്ട് നോക്കിയാൽ എന്ത് പറ്റും? അവിടെ മാക്സിമം പെർമിസിബിൾ 10 മാത്രമാണ്. 25 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ ആ 15 കിലോ ന്യൂട്ടൺ അല്ല ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള മാക്സിമം സ്ട്രെസ് എക്സീഡ് ആകും. സോ വി ഷുഡ് ടേക്ക് മിനിമം ഓഫ് ദ 2 പെർമിസിബിൾ വാല്യൂസ്. അപ്പോൾ therefore നമ്മുടെ UDL എന്ന് പറയുന്നത് എന്താണ്? 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ട് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് രണ്ട് ഷിയർ സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ്സിന്റെ മാക്സിമം വാല്യൂ വരുമ്പോൾ രണ്ട് കാരണമുള്ള ലോഡ് എടുത്താൽ അതിന്റെ മിനിമം വാല്യൂ ആയിരിക്കണം നമ്മുടെ UDL ഓർ ലോഡ് വാട്ടെവർ അതായിട്ട് ചൂസ് ചെയ്യേണ്ടത്. കാരണം മാക്സിമം വാല്യൂ എടുത്താൽ മറ്റേത് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, ഇതിപ്പോൾ 10 എടുത്തു കഴിഞ്ഞാൽ 25-നെക്കാട്ടിലും കുറവാണല്ലോ, അപ്പോൾ ഇത് എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, 2 മാക്സ് വരെ എത്തില്ല എന്നേ ഉള്ളൂ, 2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എത്തില്ല, 0.8 സംതിങ് എത്തുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 25 ഇട്ട് സിഗ്മയും ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് എക്സീഡ് ചെയ്യും, എന്നാൽ 10 ഇട്ട് ഈ 2 ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും. സോ therefore UDL is നമ്മുടെ മിനിമം ഓഫ് ദ 2, that is 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത മോഡ്യൂളിൻ്റെ പ്രോബ്ലംസ് നോക്കാം.